പുണർതം നാളുകാർ ചിങ്ങത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതിയിൽ ചേരും. സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ്ജീവനക്കാരെ നിയമിക്കും. ആഗ്രഹിച്ച പോലെ സന്താന ഭാഗ്യം ഉണ്ടാകും. അനാവശ്യമായ അശുഭ ചിന്തകൾ ഒഴിവാക്കണം. കന്നിയിൽ പൊതു താൽപര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും. എല്ലാ പ്രകാരത്തിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കാൻ അവസരമുണ്ടാകും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായമാകും. തുലാമാകുമ്പോൾ സ്വപ്നത്തിൽ കാണുവാനിടയായ കാര്യങ്ങൾ വർഷാന്ത്യത്തിൽ സഫലമാകും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കും. അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും. പണം കൊടുത്ത് പൂർവിക സ്വത്ത് വാങ്ങുവാൻ തയ്യാറാകും. പ്രശസ്തിയാർന്ന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പക്കൽ നിന്നും പ്രശംസ വന്നു ചേരും. വൃശ്ചികമാകുമ്പോൾ സമ്പൂർണ്ണ അധികാരം ലഭിച്ചതിനാൽ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂല പ്രതികരണം ഉണ്ടാകും. ആത്മീയ പ്രഭാഷണങ്ങൾ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സിനെ ഉണർത്തും. നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യവസായം വിൽപ്പന ചെയ്ത് വിദേശയാത്ര പുറപ്പെടും. ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. ധനുവിൽ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും. ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന വാക്കുകൾ, ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നതിനാൽ ആശ്ചര്യമനുഭവപ്പെടും. അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. മകരത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കും. പുണർതം നാളുകാർക്ക് വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാകും ഭാവിയിലേക്ക് നല്ലത്. ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസുകളോടുകൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും. കുംഭത്തിൽ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കിയ മേലധികാരികളോട് ആദരം തോന്നും. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രന്റെ സമീപനത്തിൽ ആശങ്ക തോന്നും. പലപ്പോഴും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനം സ്വീകരിക്കുവാൻ സുഹൃത്തുക്കളുടെ സഹായം തേടും. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ മനോവിഷമം തോന്നുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിക്കരുത്. ജോലിയാണ് പ്രധാനം. മീനമാകുമ്പോൾ സഹകരണ സ്ഥാപനങ്ങൾക്ക് സാരഥ്യ സ്ഥാനം വഹിക്കുവാൻ ഇടവരുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. മാതാവിൻ്റെ അസുഖം നിമിത്തം ജന്മനാട്ടിലെ ഉദ്യോഗത്തിന് ശ്രമിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും. വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചരണങ്ങൾ നിഷ്പ്രഭമാകും. വർഷങ്ങൾക്കു ശേഷം ജന്മനാട്ടിലേക്കുള്ള പുനരധിവാസത്തിന് അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടും. മേടത്തിൽ പല കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കാത്തത് വ്യത്യസ്ത മേഖലകളിൽ വിജയാനുഭവങ്ങൾക്കുള്ള സൂചനകളാകുമെന്ന് കരുതി പ്രവർത്തിക്കണം. പുരോഗതിയില്ലാത്ത ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കും. ഗതാഗത നിയമം പാലിക്കാത്തതിനാൽ പിഴ അടയ്ക്കേണ്ടി വരും. നാഡി രക്തദൂഷ്യജന്യങ്ങളായ രോഗപീഠകൾക്ക് ആയുർവേദ ചികിത്സ വേണ്ടിവരും. ഇടവത്തിൽ വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും കൂടും. പ്രവൃത്തിയിലുള്ള അർപ്പണ മനോഭാവം, ലക്ഷ്യബോധം, നിഷ്കർഷ തുടങ്ങിയവ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മമേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. മിഥുനത്തിൽ ഏത് കാര്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവർത്തിക്കേണ്ടി വരും. സമാന സംസ്കാരമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും സമചിത്തതയോടുകൂടിയ സമീപനങ്ങളും തീരുമാനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. അപ്രധാനങ്ങളായ കാര്യങ്ങൾ ആലോചിച്ച് ആദി കൂട്ടുന്ന പ്രവണത ഒഴിവാക്കണം. കർക്കിടകത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും. സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും.
ആത്മവിശ്വാസക്കുറവിനാൽ പരീക്ഷ, ഇന്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചേക്കില്ല. ജീവിതമാർഗത്തിന് വഴിത്തിരിവുണ്ടാകുന്ന കർമ്മമേഖലകളിൽ പ്രവർത്തിക്കുവാൻ അവസരം വന്നുചേരും.